അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായം അതിൻ്റെ 9 തുടങ്ങി. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, രാത്രിയിലെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിന് താല്പര്യമുണ്ട്. നമ്മളോട് സംസാരിക്കുവാൻ എത്ര പേര് ശ്രദ്ധിക്കുന്നോ? കർത്താവിന് നിങ്ങളോട് മിണ്ടാൻ താല്പര്യമുണ്ട്. ആമേൻ. നീ ഭയപ്പെട്ടിരിക്കുകയാണോ? നീ പേടിച്ചിരിക്കുകയാണോ? നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? പൗലോസ് ഭയപ്പെട്ടത് കൊണ്ടല്ലേ അങ്ങനെ കർത്താവ് പറഞ്ഞത്? വെറുതെ പറയല്ലോ. നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ടെന്ന് പറയുകയാണ് പൗലോസ്. അന്നേരത്തെ ആ ദേശത്ത് അവിടെ ചെന്നിട്ട് അവിടെയുള്ള സാഹചര്യങ്ങൾ തനിക്ക് വിരോധമായിട്ട് തൻ്റെ ആ പ്രവൃത്തികളെ തടയുന്ന നിലയിൽ, തൻ്റെ ശുശ്രൂഷകളെ തടയുന്ന നിലയിൽ ആമേൻ തനിക്കൊരു സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ രാത്രിയിൽ കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്വസ്ഥതയില്ലാതിരിക്കുകയാണോ? ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം നിങ്ങളോട് നിങ്ങളെ വിളിച്ചവൻ ആമേൻ ഹല്ലേലൂയ വിശ്വസ്തനാണോ? ആമേൻ. നിങ്ങളെ തിരഞ്ഞെടുത്തവൻ സർവശക്തനാണോ? നിങ്ങളെ വിളിച്ചവൻ മറ്റെന്തിനേക്കാളും അധികമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ പകൽ ഈ സന്ദേശം നിങ്ങളെ തൊടും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് നിങ്ങളെ തൊടും. നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാകും. ആമേൻ. മാറ്റങ്ങൾ വരാനായിട്ടിടയാകും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, കേൾക്കുക, പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. കാരണം നീ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തുടരുക. ഇപ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ഒരു വല്ലാത്ത പിരിമുറുക്കത്തിലാണ് നിങ്ങളെങ്കിൽ ആമേൻ ഇതിനകത്ത് തന്നെ തുടരാൻ ദൈവം നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ശക്തി തരും, കൃപ തരും, അഭിഷേകം തരും, നിറവ് തരും. ആമേൻ. മിണ്ടാതിരിക്കരുത്. ആമേൻ. എന്നാൽ ഞാനെല്ലാം തീർന്നു, ഞാൻ അവസാനിപ്പിച്ചേക്കാം, അങ്ങനെ പറയില്ല. എല്ലാം അവസാനിപ്പിച്ചേക്കാന്നല്ല, എന്നാൽ ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ലെന്നല്ല. ആമേൻ. പൗലോസിനോട് പറഞ്ഞു, നമ്മളിപ്പോൾ പ്രസംഗിക്കില്ല, നമ്മൾ ജീവിക്കുക. ആമേൻ. നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ ഇനി ഞാൻ ജീവിക്കുന്നില്ല എന്നൊന്നും പറയില്ല. നീ ജീവിക്കും. യേശു ജീവിക്കുന്നത് കൊണ്ട് പറ, യേശു ജീവിക്കുന്നത് കൊണ്ട് നിഷ്ക്രിയനായിട്ടിരിക്കരുത്. നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നിന്റെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല, അവിടെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് എന്നാൽ ഞാൻ റിസൈൻ വെക്കുവാണ്, ഇതൊന്നുമല്ല. നിന്നെ ദൈവം അവിടെ നിർത്തിയേക്കുന്ന, നിനക്ക് ജോലി തന്നത് ദൈവമാ. ആമേൻ. നിനക്ക് ഈ കുടുംബം തന്നത് ദൈവമാ നിന്നെ വിളിച്ച്. എന്നാൽ ഞാൻ മതിയാക്കുക എന്നല്ല, ഞാൻ തുടരും, ഞാൻ ഇവിടെ നിലനിൽക്കും, ഞാൻ പണിയും. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിന്റെ കരത്തെ ദൈവം ബലപ്പെടുത്തും. ഓ ഹല്ലേലൂയ. ഭയപ്പെടരുത്, മിണ്ടാതിരിക്കരുത്. നീ മിണ്ടുക, നീ പ്രവർത്തിക്കുക.